ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടീ കേക്കാണ്. അപ്പം 4 മണിക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കേക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പം അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് മൈദ മാവാണ് വേണ്ടത്. അപ്പം അത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് 1 നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണിൽ താഴെ ചേർത്താൽ മതിയാവും. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നന്നായിട്ട് ഇതിന് സ്റ്റെയിനറിലൂടെ അരിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ പൊടിയിൽ എല്ലായിടത്തും വരും. ഇനി വേണ്ടത് മുട്ടയുടെ മഞ്ഞക്കുരുവും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ച് കഴിയുമ്പം ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ല വൈറ്റ് കളറിൽ നന്നായിട്ട് ഇതായി പതിഞ്ഞു വരും. ആ സമയത്ത് നമ്മൾ ഇത് നന്നായി, അതായത് വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്തെടുക്കുന്ന പോലെ, അപ്പം പാത്രം കമത്തിയാൽ പോലും അത് പുറത്തേക്ക് വരില്ല. ആ ഒരു പാകത്തിന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഈ കേക്കിന് ഒത്തിരി മധുരം ഇല്ല കേട്ടോ. അപ്പം മധുരം നിങ്ങൾക്ക് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയാൽ മതിയാക്കും. പിന്നെ നമ്മൾ ആദ്യം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഹാൻഡ് മിക്സർ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി മുട്ടയുടെ മഞ്ഞ ഭാഗത്തും അതിനകത്തേക്കും ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. പിന്നെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പാൽപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എസൻസ് ചേർക്കാവുന്ന കേട്ടോ. അപ്പോൾ ആദ്യം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഹാൻഡ് മിക്സർ ഓണാക്കുക, അല്ലെങ്കിൽ പൊടി എല്ലാ വശത്തേക്കും തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. പാല് റൂം ടെമ്പറേച്ചറിൽ തന്നെ ചേർക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കേക്കിന്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പൊ ഇതുപോലെ ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് മിക്സറോ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നല്ല ഒരു 1/4 കപ്പ് പാല് തിളപ്പിച്ച ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയൊരു കട്ട ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ വൈറ്റ് പാർട്ട് അടിച്ചു വെച്ചിരിക്കുന്നതും കൂടി അതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാനിനകത്തേക്ക് നന്നായിട്ട് ബട്ടറൊക്കെ തേച്ച് കൊടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കളയണം. ഇനി 350 പ്രീഹീറ്റ് ചെയ്ത ശേഷം 350 നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 40-45 മിനിറ്റാണ് ബേക്ക് ചെയ്തത്. അപ്പം നിങ്ങളതിൻ്റെ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം കേക്ക് ഒത്തിരി കരിഞ്ഞു പോവും അല്ലെങ്കിൽ കുറേ നേരം വെച്ചാൽ. അപ്പോൾ ഓരോരുത്തരുടെയും ഓവൻ്റെ ചൂടനുസരിച്ചായിരിക്കും കേക്ക് ബേക്കായി വരുന്നത്. അപ്പം ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ച് കുത്തി കൊടുത്ത ശേഷം നല്ല ക്ലീൻ ആയിട്ട് തന്നെ അത് കിട്ടുവാണെങ്കിൽ കേക്ക് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതൊന്ന് ചൂടാറാൻ വെക്കണം.
അപ്പം അത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്കിത് ചൂടാറാൻ വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മുറിച്ചെടുത്ത് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ കേക്ക് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും സ്പോഞ്ചി ആയിട്ടും തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കേക്ക് നമ്മുടെ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇതിന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതിൻ്റെ മേളിലുള്ള ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ച് മാറ്റാം. പക്ഷേ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും കറക്റ്റ് പാകത്തിനുമാണ് വെന്തിരിക്കുന്നത്. അപ്പം ഇത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.